ക്രിയേറ്റീവ് സ്കില്ലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു കരിക്ക് പറിക്കാൻ പോവാണ്. ആദ്യം നമുക്കൊരു കരിക്ക് പറിച്ചുകൊണ്ട് വരാം. ഭയങ്കര ദാഹം. നമ്മൾ കരിക്ക് കത്തിക്ക് അത്ര മൂർച്ച പോരാത്തതുകൊണ്ടാട്ടോ, അല്ലാതെ എൻ്റെ വെട്ട് ശരിയാകാത്തതുകൊണ്ടല്ല. അടിപൊളി. അപ്പം നിറച്ചും വെള്ളമുണ്ടേ. കുടിക്കാൻ പോണേ, കൊതി വിട്ടേക്കല്ലേ. വേണം. കരിക്കാണ്, നല്ല കഴിക്കാൻ പാകത്തിനുള്ളതാണ്. ഇപ്പം നല്ലതായിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കൊണ്ട് എടുത്തിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ കൂടൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇട്ടേച്ച് പോകാം. അപ്പോൾ നമുക്ക് നാളെ വന്ന് നോക്കാം മീൻ വല്ലതും ഉണ്ടോയെന്ന്. അപ്പോൾ എന്തായാലും ഞാൻ കൂടി ഇവിടെ സെറ്റ് ചെയ്യാൻ പോവാണേ. ചെറിയ അപ്പോൾ എന്തായാലും നമ്മൾ ഈ കൂട് വെള്ളത്തിലോട്ട് ഇടുവാണ്. മതി, വലിച്ചെടുക്കാൻ പറ്റുന്നതുകൊണ്ട് കെട്ടുന്നൊന്നുമില്ല. അത് പൊങ്ങി കിടന്നോളും. പിന്നെ കുറച്ച് പാകം പൊങ്ങിയിരിപ്പുണ്ട്, അഥവാ മീനൊക്കെ കയറിയാലും ഒന്ന് എയർ എടുക്കാനുള്ള ഒരു സ്പേസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിച്ച് നമുക്ക് പിന്നെ വന്ന് നോക്കാം മീനുണ്ടോയെന്ന്. വേറൊരു കൂടാണ്. അപ്പോൾ എല്ലാ പരീക്ഷണങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എൻ്റെ ഇത്ര പൊക്കം ഉണ്ട് കേട്ടോ, എനിക്ക് ഇച്ചിരി പൊക്കത്തിൽ വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ഈ കൂടാണ് നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. ഇടുന്നത്, ഇതിനകത്ത് മീൻ കയറുന്നതൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ അല്ലാതെ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്. ഇതുപോലെ ഒരിക്കാൻ പറ്റില്ലാത്തത് ചുമന്നോട്ട് പോവുകയാണ്. സെറ്റ് ചെയ്യാൻ പോവാണ്. ഒരു അമണ്ടൻ പാമ്പൊക്കെ ഇറങ്ങി എൻ്റെ വായിലോട്ടൊന്നും. ഒയ്യോ, കൂട് നിറച്ചു ആമ. ഇതൊരു 6-7 എണ്ണം ഉണ്ടല്ലോ. ഈ ചാകര ചാകര എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇതിപ്പം നമുക്ക് ആമ ചാകരയാണെന്ന് കിട്ടിയേക്കുന്നത്. കൂട് നിറച്ചും, ഒരു കൂട് നിറച്ചും ആമ.
ഇതിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വന്ന് ഇവിടെ കൂടുണ്ടെന്നും പറഞ്ഞ് വന്ന് കയറിയ പോലെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ആമയുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു വരാലുണ്ട്. പിന്നെ ഒരു വരാലിൻ്റെ ഒരു തല, അത് എനിക്ക് തോന്നുന്നത് ഈ ആമയൊക്കെ കടിച്ചു തിന്നിട്ട് അതിൻ്റെ ബാക്കി അവശിഷ്ടം അതിനകത്ത് കിടക്കുന്നുണ്ട്. പിന്നെ ചെറിയ എന്തോ പള്ളത്തി, അങ്ങനെ ചെറിയ 2 മീനാണ് ഉള്ളത്. പക്ഷെ നമുക്കിവിടെ ആമയാണ് നിറച്ചും കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോയി നമുക്കതിനെ തുറന്നു വിടണം. ഈ ആമ ഇത്രയും ചെറിയ ജീവിയാണെങ്കിലും അതിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 150 വർഷത്തോളമാണ് അതിൻ്റെ ആയുസ്. അതുപോലെ തന്നെ ആമയ്ക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഈ ആമയുടെ വായിൽ പല്ല് ഒന്നുമില്ല. അപ്പം ഇത് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ചുണ്ടിന് നല്ല കട്ടിയാണ്. അപ്പം അതിൻ്റെ ചുണ്ടുകൊണ്ടാണ് അത് ഇത് കടിച്ചൊക്കെ തിന്നുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ആമ വെള്ളം കുടിക്കുന്നത് വായിക്കൂടൊന്നുമല്ല, അത് മൂക്കിൽ കൂടിയാണ് വെള്ളം കുടിക്കുന്നത്. അതൊക്കെ ആമയുടെ ചില പ്രത്യേകതകളാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കൂടിടുന്ന മിക്കവർക്കും വരുന്ന ഒരു അനുഭവമായിരിക്കും ഇത് ആമയും പാമ്പും ഒക്കെ കൂട്ടി കയറുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ആമേനെയൊക്കെ നമ്മൾ ഇങ്ങനെ കൂടിനകത്ത് കയറും, അത് സ്വാഭാവികമാണ്. അപ്പോൾ നമ്മളങ്ങനെ കയറുന്നതിന് നമ്മൾ അതിനെ ഉപദ്രവിക്കാനോ അതുപോലെ നമ്മൾ അതിനെ കൈവശം വെക്കാനോ വളർത്താനോ കൊല്ലാനോ ഒന്നും പാടില്ല. അതൊക്കെ ഫോറസ്റ്റ് ആക്ട് പ്രകാരം അത് കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മളിങ്ങനെ കയറുന്ന ആമേനെ നമ്മൾ തിരിച്ച് വെള്ളത്തിലേക്ക് നമ്മൾ തുറന്നു വിടുക എന്നുള്ളതാണ് ഒരു കാര്യം. അല്ലാതെ നമ്മൾ അതിനെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയേക്കുന്ന ആമയെല്ലാം നമ്മൾ തിരിച്ച് വെള്ളത്തിലേക്ക് വിടാൻ പോവാണ്. അപ്പോൾ ഇത് കണ്ടോ, ഒരു 5-6 ആമയുണ്ട്. അപ്പോൾ നമ്മളിതിനെല്ലാം തിരിച്ച് വെള്ളത്തിലേക്ക് വിടാൻ പോവാണ് കേട്ടോ. അപ്പം ഒരാളെ നമ്മൾ പുറത്തേക്ക് ചാടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് കൂട്ടിന്ന് പുറത്തെടുക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ മീനെയൊക്കെയാണ് നമുക്ക് എങ്ങനെയെങ്കിലും എടുക്കാം. അപ്പോൾ ഇതിനെ പുറത്തേക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഈ ആമയെ കൂട്ടി കയറിയിട്ട് ഈ നെറ്റെല്ലാം കടിച്ച് പൊട്ടിക്കും. അത് ഭയങ്കരമായിട്ട് എല്ലാം നശിപ്പിക്കും. അപ്പോൾ നമ്മളിതിനെ എങ്ങനെ ഇല്ലാണ്ട് ഒരുത്തനാണ്ട് ഓടുന്നു, നിൽക്കടാ അവിടെ. അപ്പോൾ നമുക്ക് കിട്ടി മീൻ ഇവിടെ താഴെ വീണിട്ടുണ്ട്, മീനുണ്ട്. ഈ ബാക്കി നമ്മുടെ ആമകളെല്ലാം നമ്മൾ പെറുക്കിയെടുത്തിട്ട് നമുക്കതിനെ തിരിച്ച് വെള്ളത്തിലോട്ട് വിടാനുള്ളതാണ്. അപ്പം ഓരോരുത്തരെ ഇറക്കുമ്പോഴത്തേക്ക് ഓരോരുത്തരും പലരും പല വഴിക്ക് ഓടുവാണ്. അപ്പോൾ ഇതിനെല്ലാം ഒന്ന് പെറുക്കിയെടുത്തിച്ച് നമുക്ക് വെള്ളത്തിലോട്ട് വിടാം. അപ്പോൾ ആൾ പയ്യെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ അല്ല, ഇങ്ങോട്ട് വെള്ളത്തിലോട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് അതിനെല്ലാം തുറന്നു വിടാൻ പോകുന്നത്. നമുക്ക് ഇന്ന് ഒരുപാട് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. ഇത് കേട്ടോ, ഇവിടെ നിരന്നിരിക്കുന്നുണ്ട്. 1, 2, 3, 4, 5. ഇന്ന് നമുക്ക് ഒരു ആമ ചാകരയാണ് കിട്ടിയേക്കുന്നത്. മീനെയൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ആമനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആമയെല്ലാം തിരിച്ച് വെള്ളത്തിലേക്ക് വിടാൻ പോവാണേ. 1, 2. ഇതൊരു അമണ്ട കാമയാണ്. ഇങ്ങോട്ട് 3, 4, 5. അപ്പൊ ഇന്ന് നമ്മൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ 5 ആമേനെയാണ് നമ്മൾ പിടിച്ചെടുത്തത്. അപ്പൊ എല്ലാവരും നമ്മൾ തുറന്നിട്ടുണ്ട്, എല്ലാം രക്ഷപ്പെട്ടു. അപ്പോൾ നമുക്ക് മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാര്യമെങ്കിൽ കാര്യം നമുക്ക് വറുത്ത് കഴിക്കാൻ കാരീനെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ 2-3 പ്രാവശ്യം കൂടെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടേ. വേറെയും കൂടെ കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കും. പിന്നെ നമ്മൾ കൊണ്ടുപോകുന്നില്ല. നമുക്ക് ഇതിനെ എല്ലാവരും അങ്ങനെ കഴിക്കുകയല്ല. എല്ലാവരും കഴിക്കും. നമുക്ക് അതിനെ കഴിക്കാൻ വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഇതിനെ തിരിച്ച് റിലീസ് ചെയ്യുക കേട്ടോ.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.